അല്ല ഒരു മിനിറ്റ്, ആ സിനിമ എന്റെ മനസ്സിലൂടെ കടന്നുപോയി. പ്രദീപ് എന്നെ സംബന്ധിച്ചാണെങ്കിലും ഈ ഇരിക്കുന്ന ആർട്ടിസ്റ്റുകളെ സംഭവിച്ചാണെങ്കിലും എല്ലാവരും കൃത്യമായിട്ട് പൂച്ചൂട്ടിനെ വിടറ മറ്റേ തിമിങ്ങത്തെ പിടിക്കണമെന്ന് സുരാജ് പറയുന്നുണ്ട്. അങ്ങനെ ഒരു കുറെ സാധനം പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് വരുന്ന സീൻസ് ഒക്കെ മിന്നി മറിഞ്ഞു പോയി. ഇവിടെ ചെറിയ ചെറിയ മീൻ പിടിക്കാനുള്ള പുഴാസ് മാത്രമല്ല സുരാജ് ഒരു സാധനം ഉണ്ട്, വെറുതെ എണ്ണി കൊടുക്കൂലേ, അപ്പൊ ഈ സാധനം പൈസ എടുത്ത് കൊല്ലേ പലയാണ്, ഒരു കാര്യമില്ല പിടിച്ചോളാൻ. പ്രതിഭേണ്ട ഇപ്പൊ നമുക്ക് സിനിമയിൽ ഈ പാട്ട് പാടി തന്നെങ്കിലും വേറൊരു സർപ്രൈസ് ഉണ്ട്. തിരിച്ച് ശ്രീനിയേട്ടിന് വേണ്ടി ഒരു ഡെഡിക്കേഷൻ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ. ഇതേ പാട്ട് തന്നെ വ്യത്യസ്തനാമൊരു ബാർബറാം ബാലൻ എന്നുള്ള പാട്ട് യഥാർത്ഥത്തിൽ എഴുതിയിരിക്കുന്നത് അനിൽ പനശൂരാൻ നമ്മുടെ പ്രിയപ്പെട്ട കവിയാണ്. പക്ഷേ ഇന്നിവിടെ അതിന്റെ ഒരു പാരഡി എഴുതിയിരിക്കുന്നത് ഷിജു അഞ്ചുമനയാണ്. പക്ഷെ പാട്ടുകാർ രണ്ട് സെയിം ആണേ. അവിടെ സിനിമയെ പാടുന്നു, ഇവിടെ പാടുന്നു, പാട്ടുകാരൻ ഒരാൾ തന്നെ. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പാടിയ പാട്ടിന്റെ പാരഡി ഞാൻ തന്നെ പാടുന്നു. വ്യത്യസ്തനായൊരു നടൻ ശ്രീനിവാസനെ മലയാളികൾ ഞങ്ങൾക്കെന്തിഷ്ടമെന്ന്. വ്യത്യസ്തനായൊരു നടൻ ശ്രീനിവാസനെ മലയാളികൾ ഞങ്ങൾക്കെന്തിഷ്ടമെന്നോ. കണ്ണൂരിൽ നിന്നങ്ങു സിനിമയിലെത്തി ചിരിക്കൊപ്പം ചിന്തയും പകർന്നൊരു താരം മലയാള പടത്തിന്റെ മുത്താണ് ശ്രീ. കഥയും തിരക്കഥയും സംഭാഷണവും ആ സിനിമയിൽ വലിയൊരു റോളും കൈകാര്യം ചെയ്താൽ അന്നാ സിനിമ 100 വ്യത്യസ്തനായൊരു നടൻ ശ്രീനിവാസനെ മലയാളികൾ ഞങ്ങൾക്കെന്തിഷ്ടമെന്നോ. കഥ പറയുമ്പോളിൽ കവിയുടെ വേഷം എഴുതി എനിക്കായി പ്രിയ ശ്രീനിവാസൻ. കിളിച്ചുണ്ടൻ മാമ്പഴം പടത്തിൽ ലാലിന്റെ പ്രിയ സുഹൃത്തായിട്ടെന്നൊരു വേഷം നൽകി. തളത്തിൽ ദിനേശനെ ദാസനെ വിജയനെ മലയാളക്കരയ്ക്കായി സൃഷ്ടിച്ച ശ്രീനി. വ്യത്യസ്തനായൊരു നടൻ ശ്രീനിവാസനെ മലയാളികൾ ഞങ്ങൾക്കെന്തിഷ്ടമെന്ന്. മലയാളികൾ ഞങ്ങൾക്ക് എന്തിഷ്ടമാണെന്നോ. താങ്ക് യു സോ മച്ച് പ്രതിഭേട്ട. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ശ്രീനിയേട്ടനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, താങ്ക് യു സോ മച്ച്.